വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഈ വർഷത്തെ മിഅ്റാജ് രാവും നോമ്പും ഒക്കെ നമ്മോട് അടുത്തിരിക്കുകയാണ്. നാളെ ബുധനാഴ്ച മഗ്‌രിബോടുകൂടി മിഅ്റാജ് രാവും, അതുപോലെ തന്നെ പിറ്റേ ദിവസം വ്യാഴാഴ്ച വളരെയധികം ശ്രേഷ്ഠമായ 60 വർഷങ്ങൾ നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുന്ന നോമ്പാണ് മിഅ്റാജിൻ്റെ നോമ്പ്. എല്ലാ ആളുകളും, മുസ്ലിമീങ്ങളായ എല്ലാ ആളുകളും മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കുക. നമ്മുടെ 5 വക്ത് നിസ്കാരം നമ്മുടെ അമുസ്ലിങ്ങളിൽ നിന്നും മുസ്ലിങ്ങളെ വേർതിരിക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു നിസ്കാരത്തിൻ്റെ വാർഷികം എന്നോണം, അതല്ലെങ്കിൽ ആ നിസ്കാരം അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സമ്മാനമായ നിസ്കാരത്തിൻ്റെ ഒരു വാർഷികമാണ് നമ്മുടെ മിഅ്റാജ് രാവിലെ അല്ലാഹു തആല നൽകിയതാണ് ഈ നിസ്കാരം. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റു കാര്യമാണ്, മിഅ്റാജിൽ അല്ലാഹു തആലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കണ്ട ദിവസമാണ്. അത്രത്തോളം പുണ്യമായ ഒരു ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കുക, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ താക്കോലായ നിസ്കാരവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും ഒരുപാട് അധികം വർദ്ധിപ്പിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് സ്വർഗത്തിൻ്റെ 2 താക്കോലുകളാണ്. ഒന്ന് നിസ്കാരവും മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും. ഏറ്റവും കൂടുതൽ ദുനിയാവിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവന് ഏറ്റവും വേഗം തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. അതുപോലെ ആ ഒരു ദിവസം വർദ്ധിപ്പിക്കേണ്ട മറ്റൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ. അതേപോലെ നമ്മൾ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ഒരുപാട് തവണ നമ്മളെക്കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ 2 ദിക്റുകളാണിത്. ഈ ദിക്റുകൾ മാത്രം തന്നെ അന്ന് മതിയാവും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പിൻ്റെ കാര്യം. മിഅ്റാജിൻ്റെ നോമ്പ് നമ്മൾ നോൽക്കുമ്പോൾ, നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പുകളെ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരിക. ആ ഒരു നിയ്യത്തും കൂടി, നഷ്ടപ്പെട്ട ഫർള് നോമ്പ് ഇതിനോടുകൂടെ തന്നെ ഞാൻ വീട്ടുന്നു. അതുപോലെ റജബിൽ നിന്നുള്ള ഒരു നോമ്പിന്, അതുപോലെ മിഅ്റാജിൻ്റെ നോമ്പ് എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ നിയ്യത്ത്. ഇതിനൊക്കെ പ്രതിഫലം ലഭിക്കുന്നതാണ്. മാത്രവുമല്ല, മിഅ്റാജിൻ്റെ നോമ്പ് ഒരിക്കലും ആരും നഷ്ടപ്പെടുത്തരുത്. അതൊരു മുസ്ലിമിന് ഏറ്റവും ഏറ്റവും അധികം നമുക്ക് പുണ്യം വാങ്ങിക്കൂട്ടാനുള്ളൊരു നോമ്പാണ് മിഅ്റാജിൻ്റെ നോമ്പ്. എല്ലാ ആളുകളും മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.